യെസ്, ഇറ്റ്സ് ദാറ്റ് ടൈം ഓഫ് ദി ഇയർ അഗെയിൻ. 2026 ഓസ്കാർസ് ഈസ് ഹിയർ ആൻഡ് ഒരുപാട് കിടിലൻ ഫിലിംസ് കണ്ടന്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാ വിൻസും ഡിസേർവ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ഇയർ തന്നെയായിരുന്നു 2026. ഞാൻ എന്തുകൊണ്ടാണ് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞത്? സ്റ്റേ ട്യൂൺ ടിൽ ദ എൻഡ് ടു ഫൈൻഡ് ഔട്ട്. ഈ വർഷത്തെ ഓസ്കാർ ഹൈലൈറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ 2 ഫിലിംസാണ് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്ത് നിന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് സിന്നേഴ്സ് ആൻഡ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. റയൻ കുഗ്ലർ സംവിധാനം ചെയ്തിട്ടുള്ള വാമ്പയർ ത്രില്ലർ സിന്നേഴ്സ് ഇറ്റ് ക്രിയേറ്റഡ് ഹിസ്റ്ററി അറ്റ് ദ ഓസ്കാർസ് ഫോർ റിസീവിംഗ് 16 ഓസ്കാർ നോമിനേഷൻസ്. ആൻഡ് ഔട്ട് ഓഫ് 16 4 ഓസ്കാർസ് അവർ ബാഗ് ചെയ്തു, ഇൻക്ലൂഡിംഗ് ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ഒറിജിനൽ സ്കോർ ഫോർ ലുഡ്വിഗ് ഗൊറാൻസൺ, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ആൻഡ് ഓഫ് കോഴ്സ് ബെസ്റ്റ് ആക്ടർ ഫോർ മൈക്കിൾ ബി ജോർഡൻ. വളരെ വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു റൺ തന്നെയായിരുന്നു സിന്നേഴ്സ് കാഴ്ചവെച്ചത്. ആൻഡ് it proved that original films are not dead. അടുത്തത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഓഫ് കോഴ്സ് പോൾ തോമസ് ആൻഡേഴ്സിന്റെ പടമാണ്. വാട്ട് മോർ കുഡ് യു എക്സ്പെക്ട്? 13 നോമിനേഷൻസോളം കിട്ടിയിട്ടുള്ള ഒരു പടമായിരുന്നു വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ആൻഡ് ഇറ്റ് ബാക്ക് 6 ഔട്ട് ഓഫ് ദം, ഇൻക്ലൂഡിംഗ് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് എഡിറ്റിംഗ്, ബെസ്റ്റ് കാസ്റ്റിംഗ്, ബെസ്റ്റ് ഡയറക്ടർ ഫോർ അവർ വൺ ആൻഡ് ഓൺലി പോൾ തോമസ് ആൻഡേഴ്സൺ ആൻഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ഫോർ ഷോൺ പെൻ. ആൻഡ് ഫൈനലി ഓസ്കാർസിലത്തെ 2026 ബെസ്റ്റ് പിക്ചറും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിനാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ചേക്കാം ബെസ്റ്റ് പിക്ചർ കിട്ടാനുള്ള സംഭവമൊക്കെ ഈ പടത്തിലുണ്ടോന്ന്. പക്ഷേ സംഭവം ഇവർക്ക് നിങ്ങൾ പോയി കണ്ടു നോക്ക്, കണ്ടിട്ടില്ലെങ്കിൽ. മറ്റ് മേജർ കാറ്റഗറീസ് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു വിന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജെസ്സി ബക്ലിക്കാണ് ഫോർ ഹെർ പെർഫോമൻസ് ഇൻ ഹാംനെറ്റ്. ഹാംനെറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർറേറ്റഡ് ഫിലിംസ് ഓഫ് ലാസ്റ്റ് ഇയർ. ആൻഡ് ആ ഒരു പടത്തിന് മറ്റൊരു അവാർഡ്സ് കിട്ടിയില്ലെങ്കിലും ഈ ബെസ്റ്റ് ആക്ട്രസിന്റെ ആ ഒരു അവാർഡ് മാത്രം മതി, കാരണം ഇറ്റ്സ് ഹെർ പെർഫോമൻസ് ദാറ്റ് ഡിഫൈൻസ് ദ ഹോൾ ഫിലിം. എമി മാഡിഗൻ won the best supporting actress for her role in Weapon. സ്റ്റെല്ലൻ സ്കാർസ്ഗാർഡ് അഭിനയിച്ചിട്ടുള്ള സെന്റിമെന്റൽ വാല്യൂക്കാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഗിലർമോ ഡെൽ ടോറോയുടെ ഫ്രാങ്കൻസ്റ്റീനും കഴിഞ്ഞ കാലത്ത് ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് won 4 ഓസ്കാർ അവാർഡ്സ്, ഇൻക്ലൂഡിംഗ് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ, ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ. ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് അവതാർ ഫയർ ആൻഡ് ആഷിന് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു F1 എല്ലാ കാറ്റഗറീസിലും. അതിന് പേരിനൊരു സൗണ്ട് ഡിസൈനുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് എല്ലാം ഡിസേർവ്ഡ് ആയിട്ടുള്ള വിൻസ് ആയിരുന്നു. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് മാർട്ടി സുപ്രീം. കഴിഞ്ഞ കൊല്ലം ടിമോത്തി ശലമെറ്റിന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു കിടിലൻ പടമായിരുന്നു മാർട്ടി സുപ്രീം. ബെസ്റ്റ് ആക്ടറിന്റെ കാറ്റഗറീസിൽ ഒരുപാട് കിടിലൻ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഏതെങ്കിലും ഒരു അവാർഡെങ്കിലും മാർട്ടി സുപ്രീമിന് ഡിസേർവ്ഡ് ആയിരുന്നു. സെയിം വിത്ത് ട്രെയിൻ ഡ്രീംസ് ആൻഡ് ഹാംനെറ്റ്. പക്ഷേ വി കാൻ കംപ്ലൈൻ, കാരണം ദ കോമ്പറ്റീഷൻ വാസ് സോ ഹൈ ദാൻ ലാസ്റ്റ് ടൈം. ആൻഡ് എല്ലാവരെയും സന്തോഷപ്പെടുത്തുക എന്നുള്ളത് ഇറ്റ്സ് ഹ്യൂമൻലി ഇംപ്രാക്ടിക്കൽ. എനിവേസ് ഈ ഒരു വർഷം ഓസ്കാർസിന് വളരെ കിടിലനായിട്ടുള്ള ഒരു വർഷം തന്നെയായിരുന്നു. ആൻഡ് ഐ തിങ്ക് സേഫ് ടു സേ ദാറ്റ് പോൾ തോമസ് ആൻഡേഴ്സിനും പിള്ളേരും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ വെച്ചിട്ട് ഓസ്കാർസ് തൂക്കി.